ഹലോ ഫ്രണ്ട്സ്, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു എളുപ്പമുള്ളൊരു ഫംഗ്ഷനാണ് എക്സലിലെ. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ, ചില വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കായി നമുക്ക് നോർമൽ നമ്പേഴ്സിനെ റോമൻ നമ്പേഴ്സായിട്ട് എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ മാനുവലി ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനൊരു എളുപ്പ ഫോർമുലയുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു കൺവേർട്ട് നോർമൽ നമ്പേഴ്സ് ടു റോമൻ ന്യൂമറൽസ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. അത് സിമ്പിൾ ഫംഗ്ഷനാണ്. റോമൻ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇവിടെ എനിക്ക് രണ്ട് കോളമുണ്ട്, നോർമൽ നമ്പേഴ്സും റോമൻ ന്യൂമറൽസും. സോ നോർമൽ നമ്പേഴ്സിനോട് ഞാൻ നോർമൽ നമ്പേഴ്സ് 1 to 15 വരെ എൻ്റർ ചെയ്യാം. ഓക്കെ, ഇനി റോമൻ ന്യൂമറൽസോട് ആ കോളത്തിൽ നമുക്ക് റോമൻ ന്യൂമറൽസ് വരണം. അത് നമ്മൾ ഫോർമുല വെച്ച് എങ്ങനെ വരുത്തിക്കാന്നുള്ളത് കാണിക്കുക. അതിൻ്റെ ഫോർമുലയാണ് റോമൻ ഓപ്പണിംഗ് ബ്രാക്കറ്റ്, പിന്നെ ഏത് കോളത്തിലാണ് വേണ്ടിയെന്നുള്ളത് സെലക്ട് ചെയ്യുക. എനിക്ക് D6 ആണ് വേണ്ടത്. അപ്പം D6 സെലക്ട് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ കണ്ടില്ല, റോമൻ നമ്പർ 1ൻ്റെ റോമൻ ന്യൂമറലാണ് നമുക്കിവിടെ കറസ്പോണ്ടിങ് ആയിട്ട് കാണുന്നത്. ഈ കോളം നമുക്ക് മൗസ് കൊണ്ട് താഴോട്ട് ഡ്രാഗ് ചെയ്യാമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഫോർമുല താഴോട്ട് അപ്ലൈ ചെയ്യാമെങ്കിൽ ഓരോ നമ്പറിനെ കറസ്പോണ്ടിങ് റോമൻ ന്യൂമറൽസ് കിട്ടും. കണ്ടില്ലേ, ഇപ്പം നമുക്ക് 15 വരെയുള്ളതിൻ്റെ റോമൻ ന്യൂമറൽസ് കിട്ടി. അതുപോലെ നമുക്ക് എത്ര നമ്പറിന് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിൾ വെച്ച് കാണിച്ചതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഉപയോഗപ്പെടും ഇത് തീർച്ചയായിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ചെറിയ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ വരുന്നെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടുകൂടി തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാം. കാരണം ഇനിയും പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.